ഒരു ക്യാൻസർ വന്ന ഒരാൾ ഇത്രമാത്രം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തെറിവിളി കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറയാമല്ലോ, രേണു, എന്താണ് രേണു ഈ കാണിച്ച് കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്തുമാത്രം നെഗറ്റീവാണെന്ന് അറിയാമോ രേണുവിന് ഇപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മുന്നേ നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ഈ ഒരു രോഗമാണ് രേണുവിന് എന്ന് അറിഞ്ഞതിൽ പിന്നാലെ നെഗറ്റീവ് അടിച്ചവർ പോലും രേണുവിനെ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്ളോഗേഴ്സ് പോലും, രേണുവിനെതിരെ സംസാരിച്ചവർ പോലും ഈ പറയുന്ന തോതിൽ രേണുവിനെ കുറിച്ച് പിന്നെ ഒന്നും മിണ്ടാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അവരെ കൂടി വീണ്ടും നെഗറ്റീവ് അടിപ്പിക്കുന്ന തരത്തിൽ, ഈ സപ്പോർട്ട് ചെയ്ത ജനങ്ങളെ കൂടി വീണ്ടും വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ രേണു ചെയ്യുവാണ്. അറിയാമെന്നിട്ട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, എന്തൊക്കെയാണ് ഈ കാണുന്നത്? രേണുവിന് ഈ ഒരു അസുഖം ഉണ്ടോ എന്ന് പോലും പലർക്കും സംശയം തോന്നുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. പല രീതിയിൽ പേഷ്യൻസ് പോലും, അതായത് ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻസ് പോലും ഇപ്പോൾ രേണുവിനെതിരെ സംസാരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. രേണു മാത്രമാണോ ഈ ഒരു എന്താ പറയുക അസുഖം ബാധിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത്? എത്ര പേരാണ്, എത്ര ഈ പറയുന്ന തോതിൽ ഒന്ന് നേരെ ചികിത്സിക്കാൻ പോലും പറ്റാത്ത വണ്ണമുള്ള ആൾക്കാർ ഉണ്ട്. RCCയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ തന്നെ ആയിട്ട്. രേണുവിനെ സംബന്ധിച്ച് രേണു എന്താണ്? അവരെ കൂടി ജനങ്ങൾക്ക് മുന്നിൽ വിഡ്ഢികളാക്കുന്ന തരത്തിലോട്ടാണോ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ? എന്തിനാണ് ഈ നാട്ടുകാരെ ഇന്ന് വീണ്ടും വീണ്ടും തെറിവിളി കേൾക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ രോഗം എങ്ങനെയും മാറി നല്ല രീതിക്ക് വീണ്ടും തിരിച്ചു വരണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയല്ലേ മുന്നോട്ട് പോകാനുള്ളതെന്ന് പറയുന്നത്. അതിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഉപയോഗം, അത് രേണു വീണ്ടും വീണ്ടും നെഗറ്റീവിൻ്റെ ആ ഒരു വശത്തിലേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിക്കുന്നതെന്ന് പറയുന്നത്. എത്രത്തോളം പേര് പോസിറ്റീവായി മാറിയോ അതിനേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ നെഗറ്റീവാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തിൻ്റെ ആവശ്യമായിരുന്നു? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇതിനെല്ലാം ഇടയിൽ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ യാദൃശ്ചികമായിട്ട് രേണുവിൻ്റെ സ്റ്റോറി കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. രേണു ഇട്ട സ്റ്റോറി കണ്ടപ്പോഴത്തേക്ക് മതിയായി. അതായത് അതിൽ തന്നെ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി രേണു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. അതായത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ ഇട്ട ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പോഴത്തേക്കും ആ സ്റ്റോറി അപ്രത്യക്ഷമായി, പെട്ടെന്ന് കാണാതായി. അതായത് ആ സ്റ്റോറി മുക്കി എടുത്ത് കളഞ്ഞു. ഒന്നുകിൽ അത് വീണ്ടും ചർച്ചാ വിഷയമാവുമെന്നോ അല്ലെങ്കിൽ ആൾക്കാരെ തെറിവിളി വീണ്ടും കേൾക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നോ ആരെങ്കിലും ചിലപ്പോൾ ഉപദേശിച്ച് കാണും. അതായിരിക്കും പെട്ടെന്ന് ആ ഒരു സ്റ്റോറി അപ്രത്യക്ഷമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മാറിയത്. എന്നാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ഒരു അവസ്ഥയിലായിട്ടും ഈ ഒരു തരത്തിൽ വീണ്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറിവിളി കേൾക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും എന്തിനാണ് ഈ ഒരു വിഷയത്തിലല്ലേ രേണുവിന് ഇത്രത്തോളം ഒരു നെഗറ്റീവ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുറച്ചൊന്ന് ആ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലതെന്ന് പറയുന്നത്. അതെന്തിനാണ് ഈ പറയുന്ന രീതിയിൽ വീണ്ടും ഒരു സ്റ്റോറി ആക്കിയൊക്കെ ഇടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റി ആൾക്കാരെ വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ രേണു എത്തിക്കുന്നത്? എന്തിൻ്റെ ആവശ്യമാണ് രേണു? അല്ല, അറിയാമെന്നിട്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് കഴിയുന്നവരെയെങ്കിലും, ഒന്ന് നോർമലായിട്ട് വീണ്ടും വരുന്നത് വരെയെങ്കിലും ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തെറിവിളി കേൾക്കാതിരിക്കുന്ന തരത്തിലോട്ടെങ്കിലും കാര്യങ്ങൾ മാറ്റണ്ടേ? അതൊക്കെ ഈ പറയുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? എന്തിനാണ് അത് ഈ പറയുന്ന രീതിയിൽ വീണ്ടും സ്റ്റോറിയാക്കിയിട്ട് അത് വീണ്ടും എന്താ പറയുക എടുത്ത് കളയുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറി? തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പണി കിട്ടുമെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് രേണു ആ സ്റ്റോറി വീണ്ടും മുക്കിയത്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിലവിലത്തെ സിറ്റുവേഷനിൽ എനിക്ക് രേണുവിനെ എന്താ പറയുക അങ്ങേറ്റം കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഒന്നും ഞാൻ തയ്യാറാവുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ അത് നോക്കിയും കണ്ടും ചെയ്യുക. കാരണം രേണു മാത്രമല്ല ഈ ഒരു അസുഖം വന്ന് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പലയിടങ്ങളിലായിട്ട് ഉണ്ട്. അവർക്കൊക്കെ തന്നെ രേണുവിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും, രേണു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. ഈ ക്യാൻസർ പേഷ്യൻസ് തന്നെ ആയിട്ടുള്ള ആൾക്കാർ, അവരെ കൂടി വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കുന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ ഒരു അസുഖം അതൊരു എന്താ പറയുക ആർക്കും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ്. അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു വേണ്ടാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കുന്ന തരത്തിലോട്ടും ബാക്കിയുള്ളവർക്ക് കൂടി, അതായത് ഈ ഒരു രോഗം അനുഭവിക്കുന്ന ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു പ്രശ്നമാക്കുന്ന തരത്തിലോട്ട് രേണു അത് എത്തിക്കരുത് ദയവ് ചെയ്ത്. കുറച്ച് മുന്നേ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ ഒരു ക്യാൻസർ പേഷ്യൻ്റ് പറയുന്ന ചില കാര്യങ്ങൾ രേണുവിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ എന്താണ് ഈ രേണു ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ അവർ പോലും അങ്ങനെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്? രേണു കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കൂ. ഈ ഒരു അവസ്ഥ ഒന്ന് മാറുന്നവരെയെങ്കിലും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞും കണ്ടും പെരുമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും.
അതല്ല വീണ്ടും പഴയതിൻ്റെക്കാട്ടിലും കൂടുതൽ ഒരു ഇതാവാനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് പോലും അങ്ങേയറ്റം നെഗറ്റീവ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നത് ഓർക്കുക.